നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദക്ഷിണാമൂർത്തി കാര്യസിദ്ധി മന്ത്രമാണ്. 41 ദിവസം കൊണ്ട് 10,000 തവണ ജപിക്കാൻ കഴിയുന്ന ഒരു ഭക്തനെ വേദശാസ്ത്ര പണ്ഡിതനും കവിയുമായി തീരാമെന്നാണ് പറയുന്നത്. ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാവുകയും ചെയ്യുന്നു. പുരാണങ്ങളിൽ ദക്ഷിണാമൂർത്തി എന്നാൽ ആൽമരത്തിന്റെ ചുവട്ടിൽ തെക്ക് അഭിമുഖമായിരുന്ന് മഹത്തായ ജ്ഞാനം പകർന്നു തരുന്ന മൂർത്തി. അപസ്മാര എന്ന അറിവില്ലായ്മയാകുന്ന രാക്ഷസനെ കൊന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കാൻ അനുവദിക്കാതെ തന്റെ വലതു കാൽ കൊണ്ട് ചവിട്ടിയമർത്തി വലതു കാലിന് മുകളിൽ ഇടത് കാൽമുട്ട് മടക്കി ഉയർത്തി വെച്ചിരിക്കുന്ന മൂർത്തി രൂപം. അവിദ്യയെ തീർത്തും നശിപ്പിച്ച് അറിവ് എന്ന പ്രകാശത്തെ എപ്പോഴും തെളിയിക്കുന്ന മൂർത്തിഭാവം. അജ്ഞാനത്തെ അടിച്ചമർത്തി വലം കൈയിൽ ചിന്മുദ്രയാൽ പരമമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. ആൽമരച്ചുവട്ടിൽ മാൻതോൽമേൽ തെക്ക് അഭിമുഖമായിരുന്ന് ആ ജ്ഞാനത്തെ അടിച്ചമർത്തി ചിന്മുദ്രയുമായി നിശ്ചലനായി നിശബ്ദനായി ആനന്ദമയനായിരിക്കുന്ന ദക്ഷിണാമൂർത്തി സർവകലകളുടെ മേലുള്ള ശക്തിയെയും വിജയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ദക്ഷിണാമൂർത്തിയെ ധ്യാനിച്ച് സ്തോത്രങ്ങൾ ചൊല്ലി കുറച്ചു സമയം നിശബ്ദമായി ഇരുന്നു കഴിഞ്ഞാൽ ഒരു ആനന്ദം ഉണ്ടാവുന്നത് കാണാം. ഏതൊരു വിദ്യ അഭ്യസിക്കുമ്പോഴും ഗുരുവിന്റെ സ്ഥാനത്ത് ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ച് ചെയ്യാവുന്നതാണ്. സത്യത്തെക്കുറിച്ചുള്ള അറിവാണ് മായയിൽ നിന്ന് സത്യത്തെ വേർതിരിച്ച് അറിയാനുള്ള വിവേകം പകർന്നു നൽകാനുള്ള പരമാനന്ദ സ്വരൂപം. പ്രപഞ്ചത്തിലെ എല്ലാം ലയിപ്പിക്കുന്നു. ആദ്യ ഗുരു, ആദിയും അന്ത്യവും എല്ലാം ഗുരു തന്നെയാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രം രചിക്കാൻ ശ്രീ ശങ്കരാചാര്യർ സൂത സംഹിതയും സ്കന്ദപുരാണവും 18 തവണ പഠിച്ചു എന്നാണ്. ഏത് സ്തോത്രത്തെക്കാളും ശക്തമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. ഈ സ്തോത്രം ദിനവും പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് എല്ലാ സിദ്ധികളും ജ്ഞാനങ്ങളും ഉണ്ടാവുകയും എല്ലാ ആഗ്രഹങ്ങളും നടക്കുകയും സമ്പത്ത് ആരോഗ്യം ഉണ്ടാവുകയും എല്ലാ ദോഷങ്ങളെയും മറികടന്ന് മോക്ഷം നേടാനും സാധിക്കുമെന്നാണ് വിശ്വാസം. ദക്ഷിണാമൂർത്തിയുടെ ഫോട്ടോ വിഗ്രഹം തെക്ക് അഭിമുഖമായി വെച്ച് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ്. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് പുരാണങ്ങളിൽ തറപ്പിച്ച് പറയുന്നത്. ദക്ഷിണാമൂർത്തി ജപം. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം
प्रज्ञां प्रयच्छ स्वाहा। ॐ नमो भगवते दक्षिणामूर्तये मह्यं मेधां प्रज्ञां प्रयच्छ स्वाहा।